ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ചെന്നൈക്ക് പോയിട്ടുള്ള ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. 4 ദിവസത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഈ 8 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചക്കത്തെ ഫുഡ് റെഡി ആക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വയലിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് കരുതി ഏതായാലും നമ്മൾ വീട്ടിൽ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അത് പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു. ഞാനും ഇപ്പോഴും മക്കളുമാണ് ഈ ഒരു ട്രിപ്പിലുള്ളത്. മാത്രമല്ല നമ്മൾ കാറായിട്ടാണ് പോകുന്നത്. അപ്പോൾ വീട്ടുകാർക്കൊക്കെ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, നമ്മൾ ഇത്രയും ലോങ് മക്കളെയും കൊണ്ട് കാറിൽ വരുന്നത്. പക്ഷേ ഇപ്പം ധൈര്യമായിട്ട് പറഞ്ഞു നമുക്ക് പോയി വരാൻ കുഴപ്പമുണ്ടാവില്ല ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 12 മണിക്കൂർ യാത്രയുണ്ടാകും. അപ്പോൾ ഏതായാലും നമ്മൾ ക്ഷീണിക്കുന്ന ടൈമിൽ വൈകുന്ന എവിടെയെങ്കിലും റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒറ്റൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത്. പിന്നെ ഡിന്നറിൻ്റെ സമയമായപ്പോൾ സച്ചു വന്ന് ദോശ മതിയെന്ന് അങ്ങനെ നമ്മളൊരു തട്ടുകടയിൽ കയറി ദോശയും ചട്നിയൊക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ നേരെ റൂമിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ റൂം നമ്മൾ ചെന്നൈ എത്താറായപ്പോഴാണ് റൂം എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 മണി ആ ഒരു സമയമായപ്പോൾ. അപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന റിസ്ക്കാണ്. ഈ മക്കളെയും കൊണ്ട് അത്രയും ലോങ് വന്നതല്ലേ. രാവിലെ 10 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നൈറ്റ് 10 മണിക്കാണ് എനിക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനിയും അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ആദ്യം ക്ഷണിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ റൂം എടുത്ത് അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ നമ്മൾ ചെന്നൈയിൽ എൻ്റെ കസിൻസും അതുപോലെ തന്നെ എൻ്റെ ഉപ്പൻ അനിയനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസമൊക്കെ നമ്മൾ അവിടെ കറങ്ങിയിട്ട് അവരുടെ റൂമിലൊക്കെ സ്റ്റേ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ റൂം എടുക്കാൻ നമ്മളെ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റൂമിലാണ് കേട്ടോ നമ്മൾ നിന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. വലിയ കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നിന്ന് ഹോട്ടൽ. അങ്ങനെ 9 മണിക്ക് തന്നെ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങനെ യാത്ര തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഹോട്ടലിലേക്ക് കയറുകയാണ്. അപ്പോൾ കയറുന്ന വഴിയിൽ തന്നെ ഇതുപോലെ കോലങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചു അത് കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്താ ഇവിടെ ഓണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പൂരി മസാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ദോശ ഉണ്ടോ പറഞ്ഞത്, അതിന് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ മസാല ദോശ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കേട്ടോ. ഇനി നേരെ കസിൻ്റെ റൂമിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അവിടേക്ക് എളാപ്പി മക്കളും എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി കറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് കസിൻ്റെ റൂമിൽ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഏകദേശം ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ കസിൻ്റെ റൂമിലെത്തിയിട്ടോ. അപ്പോൾ എളാപ്പിയും ഫാമിലി ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് നോക്കിക്കാം കേട്ടോ. നല്ല റഷുള്ള ഒരു ഏരിയ ആണ് കസിൻ താമസിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നോക്കി നിന്നപ്പോഴേക്കും എളാപ്പിയും ഫാമിലി എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബീച്ചിക്കൊക്കെ പോയി, മറീന ബീച്ചൊക്കെ പോയി. ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ മറീന ബീച്ചുള്ളത്. 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളങ്ങനെ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മറീന ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മ്യൂസിയം ആണ് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല. നമ്മൾ പിറ്റേ ദിവസം വന്നിട്ടാണ് കേട്ടോ ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ബീച്ചിൽ പോയി വന്ന സമയത്തിന് ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു കേട്ടോ. അങ്ങനെ ഇക്കാൻ്റെ കസിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കടപ്പുറത്തേക്ക് കടന്നു കേട്ടോ.
ഒരുപാട് സമയം നമ്മൾ ബീച്ചിൽ കറങ്ങി. പിന്നെ മോള് കരച്ചിൽ തുടങ്ങിയപ്പോൾ റൂമിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ കസിൻ്റെ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അതുപോലെ തന്നെ എളാപ്പിയും ഫാമിലി ഇന്നിവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ നിന്നു. പിന്നെ അവർ രാവിലെ 6 മണിക്കുള്ള ട്രെയിനിൽ അവരെ സ്ഥലത്തേക്ക് തിരിച്ചു പോയിട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ അവർ റൂമിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള. അങ്ങനെ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇക്കാൻ്റെ മൂത്താപ്പാൻ്റെ മോനും ഫാമിലി ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ അവിടത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അവരെയും കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ കറക്കം. അവനക്ക് ഇവിടെ ജ്യൂസിൻ്റെ സ്നാക്സിൻ്റെ ഒക്കെ ഷോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ചതിന് ശേഷം അവരെയും കൂട്ടിയിട്ട് ആദ്യം തന്നെ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഇന്നലെ നമുക്ക് മ്യൂസിയത്തിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ മ്യൂസിയത്തിലേക്കാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ബീച്ചിലൊന്ന് കറങ്ങി. ബീച്ചിൽ കറങ്ങിയതിന് ശേഷം അവിടുന്ന് നേരെ മാളിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അങ്ങനെ ബീച്ചിലത്തെ മ്യൂസിയത്തിലേക്ക് കറക്കാൻ കഴിഞ്ഞതിന് ശേഷം നേരെ മാളിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ മാളാണെന്ന് പറഞ്ഞു കേട്ട എക്സ്പ്രസ് മാൾ. അപ്പോൾ അങ്ങോട്ടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ ഫുഡൊക്കെ ഇവിടെ നിന്നാണ് കഴിച്ചത്. ഇവിടെ കഴിച്ചതിന് ശേഷം ഇവരെ റൂമിൽ തന്നെ കൊണ്ടുപോയാക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കസിൻ്റെ റൂമിലേക്ക് തന്നെ വന്നു കേട്ടോ. അന്നും അവിടെ തന്നെയാണ് കസിൻ്റെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത്. പിറ്റേന്ന് മോർണിംഗ് ഞങ്ങളും കസിൻ്റെ ഫാമിലി എല്ലാവരും കൂടെ എളാപ്പാൻ്റെ റൂമിലേക്ക് പോയി കേട്ടോ. പിന്നെ നമ്മൾ എളാപ്പാൻ്റെ റൂമിലെത്തിയതിന് ശേഷം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടോ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എത്തിയില്ല. പിന്നെ നമ്മൾ എളാപ്പാൻ്റെ റൂമിലെത്തിയതിന് ശേഷം അവിടെ പൃഥ്വിരാജിൻ്റെ ഒരു പുതിയ ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. പിന്നെ റൂമിൽ തന്നെ തിരിച്ചു വന്ന് അവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ പിറ്റേന്ന് മോർണിംഗ് തന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.